അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് മെട്രിസസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അല്ലെ. എളുപ്പമുള്ളൊരു ഭാഗമാണ്, ഭയങ്കര എളുപ്പമുള്ളൊരു ഭാഗമാണ്. അതിൻ്റെ അകത്ത് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോ, നമ്മൾ നമ്പേഴ്സ് അല്ലെങ്കിൽ സംഖ്യകൾ ആദ്യമായിട്ട് പഠിച്ചപ്പോഴേ, സംഖ്യകൾ 1, 2, 3 അല്ലെങ്കിൽ 2, 4, 6, 8 ഇതുപോലത്തെ നമ്പറുകൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? നമ്പറുകൾ കൂട്ടാൻ പഠിച്ചു, നമ്പറുകൾ കുറയ്ക്കാൻ പഠിച്ചു, നമ്പറുകൾ ഗുണിക്കാൻ പഠിച്ചു, ഹരിക്കാൻ പഠിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഈ കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓപ്പറേഷൻസ് ആണ്. അതായത് നമ്പേഴ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷൻസ്. അതാണ് ഏതൊക്കെ? കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ. ഇതുപോലെ മെട്രിക്സസിൻ്റെ അകത്ത് എന്താണ്? മെട്രിസസിൻ്റെ അകത്ത് കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 4 ഓപ്പറേഷൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 1 അഡീഷൻ, 2 സബ്ട്രാക്ഷൻ, 3 സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. മറക്കരുത്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, വെറും മൾട്ടിപ്ലിക്കേഷൻ അല്ല, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. 4ാമത്തത് മൾട്ടിപ്ലിക്കേഷൻ. കേട്ടല്ലോ, ഇങ്ങനെ മൊത്തം 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ആദ്യത്തെ 3 ഭയങ്കര എളുപ്പമാണ്, 4ാമത്തെ എളുപ്പമാണ്, പക്ഷെ ആദ്യത്തെ 3 ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മൾ മെട്രിസസിലെ ഓരോ ഓപ്പറേഷനുകൾ പഠിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോ, ആദ്യത്തെ 2 എണ്ണം നമ്മൾ ഒരുമിച്ചാണ് പറയാൻ പോകുന്നത്. ഏതൊക്കെ? 2 മെട്രിക്സുകൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, 2 മെട്രിക്സുകൾ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത് രണ്ടും എന്തായിരിക്കണം? സെയിം ഓർഡർ ആയിരിക്കണം. അതായത് ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഞാൻ എടുക്കുവാണ്. 2, 3, 4, 5, 6, 8 ഇങ്ങനെ ഒരു മെട്രിക്സ് എടുത്തു. ഞാൻ ബി എന്ന് പറഞ്ഞ വേറൊരു മെട്രിക്സ് എടുത്തു. 1, 2, 5, 3, 8, 4 ഇങ്ങനെ ഒരു മെട്രിക്സ് എടുത്തു. ഈ എയുടെ ഓർഡർ എന്താണ്? ഓർഡർ എങ്ങനെയായിരുന്നു പറഞ്ഞിട്ടിരുന്നത്? ആദ്യം റോയുടെ എണ്ണം പറയണം. എത്ര റോ ഉണ്ട്? 2 എണ്ണം. ഇൻറ്റു എത്ര കോളം ഉണ്ട്? 3 എണ്ണം, 2/3. ബിയുടെ ഓർഡർ പറഞ്ഞ്, എത്ര റോ ഉണ്ട്? 2 എണ്ണം. എത്ര കോളം ഉണ്ട്? 3 എണ്ണം, അതും 2/3. ഇനി നമ്മളോട് പറയുവാണ് എയും ബിയും കൂടി കൂട്ടാൻ പറയുവാണ്. എയും ബിയും കൂടി കൂട്ടാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എയും ബിയും ഒരേ ഓർഡർ തന്നെയാണോ നോക്കണം. എയും ബിയും കൂടി കൂട്ടണമെങ്കിൽ എയും ബിയും എന്തായിരിക്കണം? ഒരേ ഓർഡർ തന്നെ ആയിരിക്കണം. അതായത് ഒരേ സൈസ് തന്നെ ആയിരിക്കണോ, പല സൈസ് ആകരുത്. ഇത്രേ ഉള്ളൂ. ഇനി കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, കൂട്ടാൻ പറഞ്ഞാൽ അങ്ങോട്ട് കൂട്ടിക്കോളണം, അത്രേ ഉള്ളൂ. എങ്ങനെ കൂട്ടണം? കറസ്പോണ്ടിങ് എലമെന്റ്സ് കൂട്ടണം. അതായത് ഒരേ സ്ഥലത്ത് വന്നിട്ടുള്ള നമ്പറുകൾ അങ്ങോട്ട് കൂട്ടി എഴുതിക്കോളൂ. എന്താ നോക്കിയേ, 2ഉം 1ഉം, ഇവിടെ 2, ഇവിടെ 1, ഇത് രണ്ടും കൂടി കൂട്ടണം. 2ഉം 1ഉം കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 3. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടി അതിന്റെ സ്ഥലത്ത് തന്നെ എഴുതി. അടുത്ത 2ാമത്തെ സംഖ്യ 3 അല്ലേ, ഇവിടെ 2 അല്ലേ, 3ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 5. ക്ലിയർ അല്ലേ? അടുത്തത് ഇവിടെ എത്രയാണ്? 4, 5 രണ്ടും കൂടി കൂട്ടിയാൽ പോരെ? 4ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 9. അടുത്തത് ഇവിടെ 5 ആണ്, ഇവിടെ 3 ആണ്, 5ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 8. അടുത്തത് ഇവിടെ 6 ആണ്, ഇവിടെ 8 ആണ്, 8ഉം 6ഉം കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 14 അല്ലേ? അടുത്തത് ഇവിടെ 8 ആണ്, ഇവിടെ 4 ആണ്, 8ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 12. കൂട്ടിയില്ലേ? എളുപ്പമല്ലേ? അപ്പൊ കൂട്ടാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇതെന്തായിരിക്കണം? ഇത് സെയിം ഓർഡർ ആയിരിക്കണം. കേട്ടല്ലോ? ഇനി കുറയ്ക്കാൻ പറഞ്ഞാലോ? നിങ്ങളോട് a - b കണ്ടുപിടിക്കാൻ പറഞ്ഞു. കുറയ്ക്കാൻ പറഞ്ഞാലും ഇങ്ങനെ തന്നെ, സെയിം ഓർഡർ ആണെന്ന് നോക്കുക, ഒരേപോലത്തെ സാധനമാണോ നോക്കുക. ഒരേപോലത്തെ സാധനമാണോ? ഒരേപോലത്തെ സാധനമാണ്. അതായത് ഒരേ ഓർഡർ ആണോ നോക്കുക. ഒരേ ഓർഡർ ആണെങ്കിൽ മാത്രമേ നമുക്ക് കൂട്ടി അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കുറയ്ക്കാനല്ലേ പറഞ്ഞേക്കുന്നത്? എന്താ പറഞ്ഞേക്കുന്നത്? എയിൽ നിന്ന് ബി കുറച്ച് പറയണം. കറസ്പോണ്ടിങ് എലമെന്റ്സ് അല്ല, അതായത് ഒരേ സ്ഥലത്ത് കിടക്കുന്നത് കുറച്ചങ്ങോട്ട് പറഞ്ഞാൽ മതിയിടാ. ഇത് നോക്കിയേ, 2ൽ നിന്ന് 1 കുറയ്ക്കുക. 2 - 1 തെറ്റിക്കരുത്, ഞാൻ ഇവിടെ എഴുതിപ്പോ. 2ൽ നിന്ന് 1 കുറയ്ക്കുക. 2 - 1 എത്രയാണ്? 1. അടുത്ത് നോക്കിയേ, 3ഉം 2ഉം, അപ്പൊ എന്താണ്? 3 - 2. ആൻസർ എത്രയാണ്? 3ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 1. 4 - 5 ഇവിടെ ഇതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. 4 - 5
4 നിന്നാണ് 5 കുറയ്ക്കേണ്ടത്, 5 നിന്നാണ് 4 കുറയ്ക്കേണ്ടത്? അല്ല, 4 നിന്നാണ് 5 കുറയ്ക്കേണ്ടത്. 4 നിന്ന് 5 കുറച്ചാൽ ആൻസർ എത്രയാണ്? -1. അപ്പൊ ഇവിടെ എത്രയാണ് വരുന്നത്? -1. അടുത്ത് നോക്കിയേ, 5 നിന്ന് 3 കുറയ്ക്കണം. എത്രയാണ്? 5 - 3. 5 3 എത്ര വരും? 2. അടുത്ത് നോക്കി, 6 നിന്ന് 8 കുറയ്ക്കണം. തെറ്റിക്കരുത്, 6 നിന്നാണ് 8 കുറയ്ക്കേണ്ടത്. 6 നിന്ന് 8 കുറച്ചാൽ എത്രയാണ്? -2. അപ്പൊ ഇവിടെ എത്ര വരും? -2. നോക്കി, അടുത്ത് 8 നിന്ന് 4 കുറയ്ക്കണം. 8 നിന്ന് 4 കുറച്ചാൽ എത്രയാണ്? 4. എളുപ്പമല്ലേടാ? അപ്പോ കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാനാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒന്നും ചെയ്യേണ്ട, സെയിം ഓർഡർ ആണോ നോക്കുക. സെയിം ഓർഡർ ആണെങ്കിൽ ഒരേപോലത്തെ നമ്പറുകൾ, ഒരേ സ്ഥലത്ത് നിൽക്കുന്ന നമ്പറുകൾ കൂട്ടിയും കുറച്ചും കൊണ്ട് എഴുതിക്കോളൂ. ഇനി സെയിം ഓർഡർ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ എ എന്നും പറഞ്ഞൊരു മെട്രിക്സ് ഇങ്ങനെ എടുത്തു. 1 2 3 4 5 6. ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഇങ്ങനെ എടുത്തു. നോക്കിയേ, 3 8 7 5. ഇത് രണ്ടും സെയിം ഓർഡർ ആണോ? സെയിം ഓർഡർ ആണോടാ? ഒന്ന് നോക്കിയേ, സെയിം ഓർഡർ അല്ല. അപ്പൊ ഇത് കൂട്ടാൻ പറ്റുമോ? നോക്കിയേ, കറസ്പോണ്ടിങ് എലമെന്റുകൾ കൂട്ടണം. 1ന്റെ നേരെ 3 ഉണ്ട്, 2ന്റെ നേരെ 8 ഉണ്ട്, 3ന്റെ നേരെ 7 ഉണ്ട്, 4ന്റെ നേരെ 5 ഉണ്ട്. ഈ 5ന്റെ നേരെ ആരും ഇല്ല. സെയിം ഓർഡർ ആണോ? സെയിം ഓർഡർ അല്ല. സെയിം ഓർഡർ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൂട്ടാൻ പറ്റത്തില്ല. കാര്യം എന്താ? ഇതിന്റെ ഓർഡർ എത്രയാണ്? 1 2 3 3/2. ഇതിന്റെ ഓർഡർ എത്രയാണ്? 2/2. സെയിം ഓർഡർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂട്ടാൻ പറ്റുള്ളൂ. മനസ്സിലായോ? എളുപ്പമല്ലേടാ? ഇതേ വേണമെങ്കിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇതേ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കടാ, കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാനുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നോക്കിയേ, നമ്മളോട് എ എന്നും പറഞ്ഞത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, എ എന്നും പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി എന്നും പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എയും ബിയും കൂടി കൂട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സെയിം ഓർഡർ അല്ലെങ്കിൽ ഒരേപോലെയാണോ ഇരിക്കുന്നത് നോക്കിയാൽ മതി. ഇത് ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഇനി സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോ. ഇതിന്റെ ഓർഡർ എന്താണ്? 3 റോസ് ഉണ്ട്, 2 കോളംസ്, 3/2. ഇതിന്റെ ഓർഡർ എന്താണ്? അതും 3/2. സെയിം അല്ലേ? അപ്പൊ ഇത് കൂട്ടാമല്ലോ. കൂട്ടി ഉത്തരം കിട്ടുന്നതിന്റെ ഓർഡർ എന്ത് തന്നെയായിരിക്കും? അത് തന്നെയായിരിക്കും. ഇത് രണ്ടും കൂടി കൂട്ടാനാ പറഞ്ഞേക്കുന്നത്. എയും ബിയും കൂടി കൂട്ടണം. എയിൽ ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. അയ്യോ, ഇവിടെ അല്ലല്ലോ, തെറ്റിപ്പോയി. ഇവിടെ നോക്ക്, എയിൽ ഇവിടെ 3 ആണ്, ഇവിടെ എത്രയാണ്? ഇവിടെയും 3 ആണ്. 3ഉം 3ഉം കൂടി കൂട്ടി എത്ര എഴുതാം? 6. എയിൽ ഇവിടെ 2 ആണ്, ഇവിടെയും 2 ആണ്. എന്താണ്? അപ്പൊ 2ഉം 2ഉം കൂടി കൂട്ടി എത്ര എഴുതാം? 4 എഴുതാം. അടുത്തത്, എയിൽ ഇവിടെ 5 ആണ്, ഇവിടെയും 5 ആണ്. 5ഉം 5ഉം കൂടി കൂട്ടി എത്ര എഴുതാം? 10 എഴുതാം. എ ഇവിടെ 6 ആണ്, ഇവിടെയും 6 ആണ്. 6ഉം 6ഉം കൂടി കൂട്ടി എത്ര എഴുതാം? 12 എഴുതാം. എ ഇവിടെ 1 ആണ്, ബി ഇവിടെ 1 ആണ്. 1ഉം 1ഉം കൂടി കൂട്ടി എത്ര എഴുതാം? 2. എ ഇവിടെ 2 ആണ്, ഇവിടെയും 2 ആണ്. 2ഉം 2ഉം കൂടി കൂട്ടി എത്ര എഴുതാം? 4 എഴുതാം. ഇവിടെ 2 സെയിം ആണ് എഴുതിയേക്കുന്നത്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഒരേ മെട്രിക്സ് ആണെന്ന് മാത്രം നോക്കിയാൽ മതി. ഒരേപോലത്തെ മെട്രിക്സ് ആണെങ്കിൽ കൂട്ടി അങ്ങോട്ട് എഴുതിക്കോളണം. അടുത്ത പി എന്നും പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ക്യൂ എന്നും പറഞ്ഞ് വേറൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. കുറയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. കുറയ്ക്കാനാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? സെയിം ഓർഡർ ആണെന്ന്. ഇത് 2/2 അല്ലേ? 2/2. ഇതും എന്താണ്? 2/2. അല്ലെങ്കിൽ കണ്ടാൽ നമുക്ക് മനസ്സിലായാലോ ഒരേപോലെ ഈ സാധനം ഇരിക്കുന്നതാണ്. അപ്പൊ അങ്ങോട്ട് കുറച്ചോളണം. എങ്ങനെ കുറയ്ക്കാം? 2ൽ നിന്ന് 3 കുറയ്ക്കണം. സംശയമുള്ളവർ നോക്കിയാൽ 2ൽ നിന്ന് 3 ആണ് കുറയ്ക്കേണ്ടത്. ഉത്തരം കിട്ടാൻ പോകുന്നതും സെയിം മെട്രിക്സ് തന്നെ. 2ൽ നിന്ന് 3 കുറയ്ക്കണം. 2ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? -1 ആണ്. തെറ്റിക്കരുത്. അടുത്തത് നോക്കി, 5ൽ നിന്ന് 2 കുറയ്ക്കണം. 5 - 2. 5ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 3. അടുത്ത് നോക്കിയടാ, 7ൽ നിന്ന് 1 കുറയ്ക്കണം. 7 - 1 എത്ര വരും? 6. അടുത്ത് നോക്കി, 1ൽ നിന്ന് 1 കുറയ്ക്കണം. 1 - 1 എത്രയാണ്? 0. കിട്ടിയില്ലടാ. അഡീഷൻ ഭയങ്കര എളുപ്പമല്ലേ? അപ്പോ അഡീഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? സെയിം ഓർഡർ ആണോ നോക്കുക. സെയിം ഓർഡർ ആണെങ്കിൽ അങ്ങോട്ട് കുറച്ചേക്കുക, അല്ലെങ്കിൽ കൂട്ടിയേക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെ, ആദ്യത്തതും പഠിച്ചു കഴിഞ്ഞു, രണ്ടാമത്തതും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏതൊക്കെയാണുള്ളത്? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ് ഇനിയുള്ളതും. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ.